ഫെബ്രുവരി 25 ഏഴാം ആഴ്ചയിലെ ചൊവ്വാഴ്ച. മർക്കോസ് 9:30 മുതൽ 37 വരെ വാക്യങ്ങൾ. പോളണ്ടിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്നു ഫെലിക്സ് ജർജിൻസ്കി. ചെറുപ്പത്തിൽ അദ്ദേഹം പോളണ്ടിലെ ഒരു രാഷ്ട്രീയ തടവുകാരനായിരുന്നു. ജയിലിൽ ആയിരുന്നപ്പോൾ പൊതു ടോയ്ലറ്റുകളും ഷവറുകളും വൃത്തിയാക്കുന്നത് പോലുള്ള ഏറ്റവും ഹീനമായ ജോലികൾ ചെയ്യാൻ അദ്ദേഹം സ്വയം തയ്യാറായി. ഒരു യഥാർത്ഥ നേതാവ് മറ്റുള്ളവർക്ക് മാതൃകയാകാൻ ഏറ്റവും താഴ്ന്ന ജോലികൾ ചെയ്യാൻ തയ്യാറാകണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആളുകളെ അഭിവാദ്യം ചെയ്യാൻ ഒരു ചെറിയ പീഠത്തിൽ കയറി നിൽക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. എനിക്ക് ഇവിടെ താഴെ നിൽക്കുവാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിസമ്മതിച്ചു. ആരെയേക്കാൾ സ്വയം ഉയർത്താൻ മാർപ്പാപ്പ വിസമ്മതിച്ചു. അവിടെ കൂടിയ ആളുകളോട് തനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു. തനിക്ക് ലഭിക്കുന്ന എല്ലാ സഹായവും ആവശ്യമായി വരും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ സുവിശേഷത്തിലെ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, ആരെങ്കിലും ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം. പിതാവുമായി ജനങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ഏകപുത്രനാണ് യേശു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് പറഞ്ഞറിയിക്കാനാവാത്ത കഷ്ടപ്പാടുകളും കുരിശുമരണവും ഉണ്ടായാലും അവൻ എളിമയുള്ളവനും പിതാവിനോട് അനുസരണയുള്ളവനും ആയിരിക്കേണ്ടതായിരുന്നു. കഷ്ടപ്പെടുന്ന ഒരു ദാസൻ്റെ അർത്ഥം അവൻ്റെ അപ്പോസ്തലന്മാർക്ക് പൂർണ്ണമായി മനസ്സിലായില്ല. പകരം അവരിൽ ആരാണ് ഏറ്റവും വലിയവൻ എന്നാണ് അവർ വാദിച്ചത്. അതിനാൽ യേശു അവരുടെ മുമ്പിൽ ഒരു കുട്ടിയെ അവതരിപ്പിച്ച് ഈ കുഞ്ഞിനെ പോലെ ആകാൻ അവരോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഏറ്റവും വലിയവൻ ആരാണ്? യേശുവിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ശക്തനായ ഭരണാധികാരിയോ വേഗതയേറിയ കായിക താരമോ ഏറ്റവും സുന്ദരനായ സെലിബ്രിറ്റിയോ അല്ല. മനുഷ്യൻ കരുതുന്നത് പോലെയല്ല, അത് തികച്ചും വിപരീതമാണ്. നിങ്ങൾക്ക് ഒന്നാമനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവസാനത്തേതും എല്ലാവരുടെയും ദാസനാകൂ എന്ന് യേശു പറഞ്ഞു. യേശു അതനുസരിച്ച് ജീവിച്ചു. യേശുവിന് വേണമെങ്കിൽ ഏറ്റവും ശക്തനായ ജനറൽ ആകാമായിരുന്നു. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ പലസ്തീനിൽ നിന്ന് റോമൻ പട്ടാളക്കാരെ പുറത്താക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം മറ്റൊരു വഴി തിരഞ്ഞെടുത്തു. പണിക്കാർ നിരസിച്ച കല്ലായി അദ്ദേഹം മാറി. എല്ലാറ്റിനുമുപരി കഷ്ടപ്പെടുന്ന ഒരു ദാസനാകാൻ അവിടുന്ന് തീരുമാനിച്ചു. സൈനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചല്ല, പിന്നെയോ സ്നേഹത്താലാണ് ശത്രുവിനെ കീഴടക്കാൻ കർത്താവ് തീരുമാനിച്ചത്. കാരണം ശത്രു മറ്റൊരു മനുഷ്യനല്ല, മറിച്ച് കാണാത്ത തിന്മയാണ്, അല്ലെങ്കിൽ പിശാചാണ്. ഒരു കുഞ്ഞിനെ പോലെ സ്നേഹവും വിനയവും അനുസരണയും ഉള്ളവരായിരിക്കും എന്നതാണ് ഏറ്റവും വലിയ മാർഗം. മാത്രമല്ല, സ്നേഹമുള്ള വ്യക്തിയായിരിക്കും എന്നതിനർത്ഥം മറ്റുള്ളവരെ, പ്രത്യേകിച്ച് ദരിദ്രരെയും അടിച്ചമർത്തപ്പെട്ടവരെയും സമൂഹത്തിലെ ദുർബലരെയും സ്വാഗതം ചെയ്യുക എന്നതാണ്.
എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.